കോയമ്പത്തൂരിൽ സ്ലീവ്ലെസ് വസ്ത്രം ധരിച്ച് പൂമാർക്കറ്റിലെത്തിയ യുവതിക്കെതിരെ അധിക്ഷേപം. കോയമ്പത്തൂർ സ്വദേശിയായ ജനനിക്ക് നേരെയാണ് പൂമാർക്കറ്റിലെ കച്ചവടക്കാരുടെ അധിക്ഷേപം നേരിടേണ്ടി വന്നത്. പൊതു ഇടത്തിൽ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നായിരുന്നു ആക്രോശം. യുവതിയോട് കയർക്കുന്നതും അപമാനിക്കുന്നതും ബഹളം വയ്ക്കുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഇത് കാലം ഏതാണെന്ന് അറിയാത്തവരാണോ ഇവർ? എന്താണ് അവിടെ സംഭവിച്ചത്? ഇതിൽ പരാതി ആയിട്ടുണ്ടോ? ഇത് കേസായിട്ടുണ്ടോ? സജിൻ, ചില പ്രത്യേകതരം സദാചാരവാദികളുടെ ഒരു ആക്രമണമാണ് അവിടെ ഉണ്ടായത്. അവർ ആക്രോശിക്കുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ഏത് നൂറ്റാണ്ടിലാണ് അവർ ജീവിക്കുന്നത് എന്ന് കരുതേണ്ടി വരും. കാരണം ഈ സ്ലീവ്ലെസ് വസ്ത്രം ധരിച്ച് അവിടെ ഒരു സുഹൃത്തുമായി ഈ പെൺകുട്ടി എത്തുകയായിരുന്നു. അതായത് ഈ യുവതി ഒരു നിയമ വിദ്യാർത്ഥി കൂടിയാണ്, ആന്ധ്രാപ്രദേശിൽ ആണ് പഠിക്കുന്നത്. അപ്പോൾ കോയമ്പത്തൂരിൽ നാട്ടിലെത്തിയപ്പോൾ സുഹൃത്തിനൊപ്പം പൂമാർക്കറ്റിലേക്ക് എത്തിയതാണ്. ഇവരുടെ പേര് ജനനി എന്നാണ്. അങ്ങനെ സുഹൃത്തുമായി അവിടെ എത്തി ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഘം ഇവർക്ക് നേരെ കയർത്തുകൊണ്ട് വന്നത്. ആദ്യം ചില കമന്റുകളൊക്കെ പറഞ്ഞ് പലരായി പല വഴിയിൽ അങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ പല അപമാനിക്കുന്ന തരത്തിലുള്ള പല കമന്റുകൾ പറയുന്നു. അതിനുശേഷമാണ് യുവതി നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു വരുമ്പോഴാണ് ഒരു സംഘമായി ഈ പൂമാർക്കറ്റിലെ കച്ചവടക്കാരെല്ലാം കൂടി ഒത്തുചേരുകയും ഇവർക്ക് നേരെ ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ ഇവരെ കൂടി നിന്ന് കൂകി വിളിക്കുന്നത് പോലും കാണുകയുണ്ടായി. അതായത് ഇവർ സ്ലീവ്ലെസ് കുർത്തി ഇട്ടുകൊണ്ട് അവിടേക്ക് എത്തി എന്നുള്ള കാര്യത്തിന്റെ പുറത്താണ്, ആ ഒരൊറ്റ കാര്യത്തിന്റെ പുറത്താണ് ഇവർക്കെതിരെ ഇത്തരത്തിൽ അധിക്ഷേപ വാക്കുകളൊക്കെയും പറഞ്ഞത്. ഇത് ഒരു പൊതു ഇടമാണ്, ഇവിടെ മാന്യമായി ഇത് വസ്ത്രം ധരിക്കണം, ആളുകളൊക്കെ കാണുന്നതാണ്. ഇങ്ങനെ വസ്ത്രം ധരിച്ചു വന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഞങ്ങളല്ലേ ഉത്തരവാദികൾ എന്നടക്കം അവിടെ ഉണ്ടായിരുന്ന പലരും പറയുകയുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ എക്സിലൊക്കെയും പോസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വൈറലായി. അങ്ങനെ ഈ യുവതി കോയമ്പത്തൂർ കമ്മീഷണർക്ക് നേരിട്ടെത്തി പരാതി നൽകിയിട്ടുമുണ്ട്. അതിന് പിന്നാലെ ഈ പൂമാർക്കറ്റിലെ വ്യാപാരികളും ഒരു പരാതി നൽകിയിട്ടുണ്ട്. അവർ നൽകിയിരിക്കുന്ന പരാതി അവിടെ എത്തി റീൽസ് ചിത്രീകരിക്കാൻ ശ്രമിച്ചു, ജോലിക്ക് തടസ്സമുണ്ടാക്കി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പരാതിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും രണ്ട് പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ദൃശ്യങ്ങൾ ഈ ചിത്രീകരിച്ച യുവാവിന്റെ ഫോൺ എടുത്ത് പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ എന്തായാലും 6 പേർക്കെതിരെയാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. കണ്ടാൽ അറിയുന്നവർക്കെതിരെയും കേസെടുക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പ്രജിൻ, എന്തായാലും ആ അധിക്ഷേപത്തിൽ നടപടി ഉണ്ടാകുമെന്ന് കരുതാം. പോലീസ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.